ഹലോ എവ്രി വൺ, മഷൂദാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൺട്രികളുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് ഓൺ അറൈവൽ വിസ ലഭിക്കും ഒരുപാട് കൺട്രികളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. ജോർജിയ നമുക്ക് 3 മന്ത് റെസിഡൻസി വാലിഡിറ്റി. ഇപ്പോൾ നിങ്ങൾ സൗദിയിലാണെങ്കിൽ സൗദി ഇഖാമ 3 മാസത്തെ വാലിഡിറ്റി, അല്ലെങ്കിൽ യു എയിലാണെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ തുടങ്ങിയ കൺട്രികളിലാണെങ്കിൽ നിങ്ങൾ ഏത് മിഡിൽ ഈസ്റ്റിലാണോ അവിടുത്തെ 3 മാസത്തെ റെസിഡൻസി വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ അറൈവൽ വിസ ലഭിക്കുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്നത്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പ്രദേശമാണെങ്കിലും നിലവിൽ ഒരു യൂറോപ്യൻ സ്റ്റൈല് യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് ജോർജിയ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ജോർജിയയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഓൺ അറൈവൽ വിസയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ടിക്കറ്റ് എന്തായാലും നമുക്ക് വേണമല്ലോ. ടിക്കറ്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. മറ്റൊന്ന് റിട്ടേൺ ടിക്കറ്റ് ആണ്. മറ്റൊന്ന് വരുന്നത് ട്രാവൽ ഇൻഷുറൻസ് ആണ്. ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു $6 അല്ലെങ്കിൽ ഒരു $8 നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ട്രാവൽ ഇൻഷുറൻസ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ട്രാവൽ ഇൻഷുറൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു $9 അല്ലെങ്കിൽ ഒരു $8 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് വരുന്നത് നമ്മൾ അക്കോമഡേഷൻ പ്രൂഫാണ്. അക്കോമഡേഷൻ പ്രൂഫ് എന്ന് പറയുന്നത് ഹോട്ടൽ പ്രൂഫ്. അതായത് നിങ്ങൾ ഏതുവരെയാണോ നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് വരുന്നത് അതുവരെയുള്ള അക്കോമഡേഷൻ പ്രൂഫ്, അതായത് ഹോട്ടലിന്റെ പ്രൂഫാണ് നമുക്ക് വേണ്ടത്. ഈ ഹോട്ടലിന്റെ പ്രൂഫ് എടുക്കുന്ന സമയത്ത്, അക്കോമഡേഷൻ പ്രൂഫ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതുവരെയാണോ നമ്മുടെ റിട്ടേൺ വരുന്നത് ആ റിട്ടേൺ ടിക്കറ്റ് വരെയുള്ള അക്കോമഡേഷന്റെ പ്രൂഫ് ആവശ്യമാണ്. ഈ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സൗദിയിൽ നിന്നൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സൗദി റെസിഡൻസ് ഐ ഡി, അതായത് ഇഖാമയുടെ ട്രാൻസ്ലേഷൻ ആവശ്യമാണ്. ഇഖാമയുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഖാമ കാർഡ് ട്രാൻസ്ലേഷൻ അല്ല വേണ്ടത്. നമ്മുടെ അബ്ഷീർ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അബ്ഷീറിന്റെ ഹോം പേജിൽ തന്നെ നമ്മുടെ ഇഖാമയുടെ ഡിജിറ്റൽ കോപ്പി നമുക്ക് കാണാൻ സാധിക്കും. ആ ഡിജിറ്റൽ കോപ്പിയുടെ ട്രാൻസ്ലേഷൻ ആണ് വേണ്ടത്. കാരണം അബ്ഷീർ നമ്മുടെ സാധാരണ നോർമൽ ഇഖാമ കാർഡിൽ ഒരിക്കലും എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ അബ്ഷീർ ഇഖാമ ഡിജിറ്റൽ കോപ്പിയിൽ മാത്രമേ എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ എക്സ്പയറി ഡേറ്റ് ഷോ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അബ്ഷീർ ഇഖാമയുടെ ട്രാൻസ്ലേഷൻ വേണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് ഏതെങ്കിലും മക്തബ് വഴിയോ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ മക്തബ് വഴിയോ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അറബി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അബ്ഷീർ ഇഖാമ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സൗദിയിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം വേണ്ടത് നിങ്ങളുടെ എക്സിറ്റ് റീ എൻട്രി ആണ്. എക്സിറ്റ് റീ എൻട്രി ഓഫ്കോഴ്സ് നമുക്ക് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്സൈഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നീട് വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് എല്ലാവർക്കും ചിലപ്പോൾ അത് ഫേസ് ചെയ്യണമെന്നില്ല. നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഇഖാമ കാർഡ് അത് നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം ഇമിഗ്രേഷൻ സൈഡിലൊക്കെ അവര് ഇഖാമയുടെ കാർഡ് നമ്മോട് ചോദിക്കാറുണ്ട്. സാധാരണ നിലവിൽ ഓൾറെഡി നമ്മളെ അടുത്ത് അബ്ഷീർ ഇഖാമ ട്രാൻസ്ലേഷൻ എല്ലാം ഉണ്ട്, എങ്കിലും നമ്മൾ കാർഡ് നമ്മളെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾക്ക് ജോർജിയയിലേക്ക് ഓൺ അറൈവൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റെസിഡൻസ് ഐ ഡിയുടെ യഥാർത്ഥ കാർഡ് അത് അവർ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാത്തതിന്റെ പേരിൽ അത് തിരിച്ച് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇഖാമ കാർഡ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ജോർജിയ എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ അറൈവൽ വിസയിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് കൺട്രികളിൽ പ്രധാനപ്പെട്ട ഒരു കൺട്രിയാണ് ജോർജിയ. നമ്മൾ മെയിനായിട്ട് കൂടുതൽ യാത്രക്കാരും യാത്ര ചെയ്യുന്നത് ടിബിലിസിയിലേക്കാണ്. ടിബിലിസിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.